ഭാവി കേരളത്തിന് വഴിതെളിക്കാം. സർ, 1-2 പിണറായി സർക്കാരുകൾ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. നവകേരളം സൃഷ്ടിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള നിരവധി നടപടികൾ ഈ സർക്കാർ കൈക്കൊണ്ടു. വികസന രംഗത്തും ക്ഷേമരംഗത്തും വൈജ്ഞാനിക മേഖലയിലും ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. 8 വർഷം കൊണ്ട് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലുണ്ടായ മാറ്റം അവിശ്വസനീയതയോടെയാണ് പലരും നോക്കിക്കാണുന്നത്. സംസ്ഥാനത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നിരവധി പദ്ധതികൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖവും IT രംഗത്തും വ്യവസായ രംഗത്തും ഉണ്ടായ കുതിപ്പം നൽകുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയും ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തിയും ഒരു പുതിയ സാമ്പത്തിക മേഖല സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം സഞ്ചരിക്കുകയാണ്. സർ, പുതിയ കേരളത്തിൻ്റെ സൃഷ്ടി സംബന്ധിച്ച് വ്യക്തമായ പദ്ധതി സർക്കാരുണ്ട്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലും ജനസംഖ്യാ ഘടനയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും ലോകമെമ്പാടുമുള്ള ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേരളീയ പൊതുജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും സൂക്ഷ്മമായി മനസ്സിലാക്കിയാണ് നാം വികസന മുൻഗണനകൾ നിശ്ചയിക്കുന്നത്. കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിക്ഷേപ ലക്ഷ്യസ്ഥാനമായി മാറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷങ്ങളിലെ നിരന്തര പരിശ്രമങ്ങൾ അർഹിച്ച ഗുണഫലങ്ങൾ നൽകുകയാണ്. ആഗോള നിക്ഷേപ തലത്തിൽ കേരളം അതിവേഗം അംഗീകാരം നേടുന്നു. സർ, ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മന്ത്രിതല ഉന്നത സമിതി പങ്കെടുത്തത് കേരളത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അടുത്തിടെ നടന്ന വിഴിഞ്ഞം ഇൻവെസ്റ്റ്മെൻറ്റ് കോൺക്ലേവിൽ അവതരിപ്പിച്ച കേരളത്തിൻ്റെ മാരിടൈം ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ടുള്ള പദ്ധതി ആഗോള വ്യവസായ പ്രമുഖരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് നേടിയത്. സർ, സർക്കാർ സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉന്നത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ്. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും ഗവേഷണ ഇന്നൊവേഷൻ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നവീന സംരംഭങ്ങളിലൂടെ കേരളത്തെ വിജ്ഞാനത്തിൻ്റെ ഒരു ആഗോള കേന്ദ്രമാക്കാൻ കഴിയും. സർ, ഹൃദയഹാരിയായ പ്രകൃതിയും സമാധാനപൂർണ്ണമായ സാമൂഹ്യ അന്തരീക്ഷവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുള്ള കേരളത്തിന് ടൂറിസം മേഖലയിൽ വളരെയേറെ മുന്നേറാനാകും. ലോകത്തെ പ്രധാനപ്പെട്ട ആരോഗ്യ ടൂറിസം ഹബ്ബായി മാറ്റുവാൻ കേരളത്തിന് കഴിയും. ആരോഗ്യ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ലോകമെമ്പാടും കേരളത്തിൻ്റെ മേന്മകളെക്കുറിച്ചും ആരോഗ്യരംഗത്തെ സവിശേഷതകളെക്കുറിച്ചും പ്രചരണം നടത്തേണ്ടതുണ്ട്. വിദേശത്തുൾപ്പെടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച് കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, മികച്ച പദ്ധതികളിലൂടെ കേരളം സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ തന്നെ മികച്ച സംസ്ഥാനങ്ങളുടെ നേതൃനിരയിലെത്തിക്കുന്നതിനുള്ള ഒരു പുതിയ കർമ്മപദ്ധതി രൂപപ്പെടുത്തേണ്ടതുണ്ട്. 4 പ്രധാന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതി രൂപപ്പെടുത്തുന്നത്. 1. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതാപൂർണ്ണമായ സമീപനത്തിനും അന്താരാഷ്ട്ര തലത്തിലുള്ള സുസ്ഥിര ഭരണരീതികൾക്കും അനുസൃതമായി കേരളം ശ്രദ്ധ നൽകേണ്ട മേഖലകൾ: ഇൻഫർമേഷൻ ടെക്നോളജി, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ആയുർവേദം ഉൾപ്പെടെയുള്ള ആരോഗ്യ സൗഖ്യ മേഖലകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ലോജിസ്റ്റിക്, ഇലക്ട്രിക് വാഹനങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, കായികം തുടങ്ങിയ മേഖലകൾ, മറ്റ് വിജ്ഞാനാധിഷ്ഠിത മേഖലകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 2. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമി ഉൾപ്പെടെയുള്ളവ നിക്ഷേപങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുക. കേരളത്തിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള ഒരു തടസ്സം ഉയർന്ന ഭൂമി വിലയും ലഭ്യതക്കുറവുമാണെന്ന് പൊതുവെ വിലയിരുത്താറുണ്ട്. ഭൂമി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒരു നിക്ഷേപകനും കേരളത്തിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തും. 3. നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകൽ. മുൻ ബജറ്റ് പ്രസംഗങ്ങളിൽ വ്യവസായ മാനദണ്ഡങ്ങൾക്കനുസൃതമായ വിവിധ നിക്ഷേപധന സഹായ മാർഗ്ഗങ്ങൾ നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് കീഴിലെ വെഞ്ചർ ഫണ്ടും കിഫ്ബിയുടെ അസോസിയേറ്റ് കമ്പനിയായ കിഫ്എംഎൽ വഴിയുള്ള ഇതര നിക്ഷേപ ഫണ്ടും ഉൾപ്പെടും. ഇത്തരം സ്ഥാപനങ്ങൾ വഴി വിവിധ വ്യവസായ സൗഹൃദ നിക്ഷേപ സഹായ പദ്ധതികൾ നടപ്പിലാക്കും. 4. നിക്ഷേപ സൗഹൃദ നയങ്ങളുടെ രൂപീകരണം. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ വിവിധ മേഖലകളിൽ നയം രൂപീകരിച്ചിട്ടുണ്ട്. ചില മേഖലകളുമായി ബന്ധപ്പെട്ട് നയരൂപീകരണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. കിൻഫ്രയുടെയും KSIDCയുടെയും വ്യവസായ ഭൂമി വിനിയോഗിക്കുന്നത് സംബന്ധിച്ച നിബന്ധനകൾ നിക്ഷേപ സൗഹൃദമായി വ്യവസായ വകുപ്പ് പരിഷ്കരിച്ചു കഴിഞ്ഞു.